ഇവനൊക്കെ എങ്ങനെയാണ് അവർ രാവിലെ തന്നെ എഴുന്നിട്ട് ജോലിക്ക് പോകണം? ലീവ് കിട്ടാൻ നോക്കാം. ഹലോ, ഞാൻ ലക്ഷ്മിയാ. എൻ്റെ ലീവ് ഒന്ന് മാർക്ക് ചെയ്യോ? 2 ലീവും കൂടി ഉണ്ടല്ലോ. ഫെബ്രുവരി ആയിട്ടുള്ളോ? അപ്രൂവലോ? എന്തിന്? ഓക്കെ, ഞാൻ മേടിച്ചോളാം. ശരി. ഒരു ലീവ് തരാൻ പറ്റാത്ത ഇവനൊക്കെ ഇതിന് HR കയറിയിരിക്കണ്. ഞാൻ കാലമാട്ടനെ വിളിച്ച് ലീവ് ചോദിക്കണമല്ലോ. ഹലോ സാർ, ഹലോ, ഇങ്ങനെ ചോദിക്കാം. ഹലോ സാർ, ഹലോ സാർ, ഒട്ടും വയ്യ സാർ, ടെമ്പറേച്ചർ കുറച്ച് കൂടി. വേറെ കുഴപ്പമൊന്നുമില്ല സാർ. 2 ദിവസം റെസ്റ്റും കൂടി എടുത്താൽ ശരിയാവും. 1 ദിവസം? ശരി സാർ, ഞാൻ നോക്കട്ടെ. സാർ, നാളെ വരാം. ഓക്കെ സാർ, താങ്ക് യു. ഷോപ്പിംഗ്. എവിടെ നോക്കിയാടുമ്മ? ലക്കിയുടെ പനിയൊക്കെ മാറിയോ? മാറിയാലില്ലെങ്കിലേ ഇനി ഓഫീസിലേക്ക് വരണം. You're fired. നിങ്ങളെന്താ എന്നെ നോക്കിയിരിക്കണ്? നീ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും എങ്ങനെയുണ്ടായിരുന്നു ഇമാജിനറി ഫ്ലാഷ് ബാക്ക്? പൊരിച്ചു. എന്റെ ജോലിനോടുള്ള ആത്മാർത്ഥത കണ്ടിട്ടേ MD എനിക്ക് സീനിയർ മാനേജർ പോസ്റ്റ് തന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞില്ലേ അവി, ചെലവുണ്ടോ പ്രൊമോഷൻ? എനിക്ക് പക്ഷേ കൂടെ വർക്ക് ചെയ്യുന്ന അസൂയാലുക്കളുടെ നല്ല ഇടി കിട്ടി. നിന്നാരാ തല്ലിയത്? അപ്പൊ നീ എന്നോട് പറഞ്ഞേ? അതിന് നമ്മൾ തമ്മിൽ ഇപ്പോൾ പരിചയമില്ലല്ലോ. ഓക്കെ, അത് ശരിയാണോ? എന്റെ മീനുക്കുട്ട, നീ ഇല്ലായിരുന്നു ഞാൻ ഇന്നത്തെ നിലയിൽ എത്തില്ലാന്ന്. ഏത് നിലയില്? അല്ല, എത്താൻ പോകുന്ന നിലയിൽ. ഇങ്ങനെ പുച്ഛിക്കലടാ. എനിക്കൊരു പുച്ഛമില്ല. ആ മണ്ട മുറച്ചക്കൻ്റെ എന്നെ രക്ഷിച്ച സൂപ്പർമാൻ അല്ലേ അവി. മോനെ ഉറങ്ങണ്ടേ? ഞാനിത് മുഴുവൻ കണ്ടിട്ടേ കിടക്കണുള്ളൂ. നീ കളി കാണാനല്ലേ? കളിയൊരു സുഖമില്ലടാ. റൺ റേറ്റൊക്കെ തീരെ കുറവ്. എനിക്ക് ഉറക്കം വന്ന് കളിയുണ്ട്. ഞാൻ പോയി കിടക്കണം എന്നാല്. ഒരു സെക്കൻഡ്, ആ ബെറ്റിൻ്റെ കാശ് വെച്ചിട്ട് പോകും. എടാ സാമോനെ, നീ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. മരേ കാശ് എന്നില്ലെങ്കിൽ ഒച്ച വെച്ച് ആളിനെ കൂട്ടും. ഡേ, ഒച്ച വെച്ച് ആളെ കൂട്ടാൻ ഞാൻ നിനക്കറി പിടിക്കാനൊന്നും വന്നില്ലല്ലോ. എത്രയാണ് നിനക്ക് കാശ് തരാനുള്ളത്? 14,240. ഡബിളായോ? കറക്റ്റ് കണക്കാണോ? കറക്റ്റാണ്. എന്നാ പിടിച്ചോ. അതാ കണക്ക് പിടിച്ചോ. ഞാൻ കഴിഞ്ഞ 4 മാസം കൊണ്ട് നിനക്ക് രാവിലെ വൈകുന്നേരം ഫുഡുണ്ടാക്കി തരുന്നുണ്ട്. ഒരു ദിവസം 100 രൂപ വെച്ച് കൂട്ട്. എത്രയായി? 3000, 12,000. 12,000. ബാക്കി എത്രയാ? ബാക്കി 2,240. പിന്നെ കഴിഞ്ഞ ആഴ്ച നിനക്ക് പനി വന്നില്ലേ? അപ്പോൾ ഞാനൊരു പാരസറ്റമോൾ തന്നാ. പാരസറ്റമോൾ ഒന്നിന് 500 രൂപ. പാരസെറ്റമോളിന് 1 രൂപയല്ലേ ഉള്ളൂ. ആ പാരസറ്റമോൾ ഞാൻ തന്നില്ലായിരുന്നു, നീ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ലായിരുന്നോ? അവിടെ നീ എത്ര കാശ് കൊടുക്കേണ്ടി വന്നതിന്? നിന്റെ ഭാഗ്യത്തിന് ഞാൻ ആപ്പാടെ 500 രൂപ കൂടിയിട്ടുള്ളൂ ഒന്നിന്. അങ്ങനെ 4 പാരസറ്റമോൾ വന്നു. 500 ടു 4 എത്ര? 2,000. ബാക്കി എത്ര? 240. പിന്നെ കഴിഞ്ഞ ആഴ്ച നീ എൻ്റെ കയ്യിൽ നിന്നൊരു പാക്കറ്റ് ചിപ്സ് വാങ്ങിച്ച് ഓർക്കണ്ട. 500 രൂപയാണ് അതിന് വരാൻ. ബാക്കി എത്ര? കൂട്ട്. ബാക്കിയില്ല, നീ പോയേ മതി. കണക്കൊക്കെ ക്യാൻസൽ. ഉറപ്പാണോ? മേലെ നീ കാശ് വയ്ക്കരുത്, മനസ്സിലായി? കാശ് ഇവനാര് കാശ് നാഥൻ.